كأني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أسايا وأشتكي طي صدري دربا سحيق العطايا به بدأت ولكن. അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. ഞാനും എൻ്റെ മോനും കൂടി നാട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഒരു വശമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേസിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. ആൾക്ക് ഞാൻ പോരുന്നത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മോനെ കാണാതിരിക്കണ്ടേ എന്നുള്ളൊരു ടെൻഷനാണ് ആ ഫേസിൽ മുഴുവൻ കാണുന്നത്. മോൻക്കും ഇവിടെ നിന്ന് പോരുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിലേക്കാണല്ലോ പോകുന്നതെന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 2:50 ഞങ്ങൾ ഫ്ലൈറ്റ്. ഒരു 12:15 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ആകെ ഒരു 40 മിനിറ്റ്സൊക്കെ ഉണ്ടാവുള്ളൂ എയർപോർട്ടിലേക്ക്. അങ്ങനെ അതവിടെ എത്താനാവും തോറും എനിക്കിങ്ങനെ ടെൻഷൻ കൂടി വരുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് പോരുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ നാട്ടിൽ പോയിട്ട് എല്ലാവരെയും കാണാമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സെപ്റ്റംബർ 14 ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം 1 വീക്കൊക്കെ ആവാറായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഓരോ തിരക്കിലും ഒക്കെ ആയിട്ട് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ ലേറ്റായത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2-3 പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ചോദിക്കുന്നുണ്ട് പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ. അല്ല, പ്രഗ്നൻ്റ് ഒന്നുമല്ല. ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് മോൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് തന്നെ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരെയും ഒന്ന് കാണാമല്ലോ എന്നും കൂടി വിചാരിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു. എൻ്റെ മോനാണെങ്കിൽ മിക്ക ദിവസം കരച്ചിലായിരുന്നു. അവനക്ക് നാട്ടിലേക്ക് പോകണം, എല്ലാവരെയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെയാണ് തിരിച്ച് നാട്ടിലുള്ളവർക്ക് അവനെ കാണാനും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനത്തെ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, അൽഹംദുലില്ലാ. പിന്നെ ഹസ്ബൻഡിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിനി ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. ഈ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട്. ഞാൻ ആദ്യം വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എവിടെയൊക്കെ പോകേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങളങ്ങനെ കമ്പനി അടിച്ച് നടന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈമായപ്പോൾ എല്ലാവരും അതിൽ കയറാൻ വേണ്ടി പോവാണ്. മസ്കറ്റ് ടു കാലിക്കറ്റാണ് നമ്മളെ ഫ്ലൈറ്റ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. എയർ ഇന്ത്യയിൽ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. കുറേ സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ഒരുവിധം ആളുകൾക്കൊക്കെ എയർ ഇന്ത്യയിൽ പോകാൻ ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി എയർ ഇന്ത്യ എക്സ്പ്രസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും എങ്ങനത്തെ ഫീലിംഗ് ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഫ്ലൈറ്റിൽ ഒരു വട്ടെങ്കിലും കയറണം എന്നുള്ളത്. പക്ഷേ ചെറുപ്പത്തിലൊന്നും നമുക്കതിനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. അതും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞാൻ വന്നത്. ആദ്യമായിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ എനിക്ക് കിട്ടിയത് എയർ ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് മറക്കാൻ പറ്റാത്ത ഒരു ഫ്ലൈറ്റാണ്. പിന്നെ നമ്മൾ കുറേ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്രാഷ് ആവുന്നതിനെ കുറിച്ചിട്ടൊക്കെ. പക്ഷേ അതൊന്നും നമ്മളെ കയ്യിലല്ലല്ലോ. അതിനിപ്പോൾ ഏത് ഫ്ലൈറ്റിലായാലും അള്ളാഹു നമുക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അതേ നടക്കുള്ളൂ. പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമാണ് പെട്ടെന്ന് ഫ്ലൈറ്റ് ക്യാൻസലാക്കുന്നതും ഡിലേ ആക്കുന്നതും ഒക്കെ. ആ ഒരു പ്രശ്നം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ യാത്ര ചെയ്യാൻ
വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് കൂടിയിട്ടാണിത്. عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي رباه عفوك إني للنور مدت يداي نزعت أسرار قلبي ألقي أسايا وأشتكي طي صدري دربا سحيق العطايا به بدأت ولكن لم أدر ما منتهايا لم أدر يأسي فيه ولا عرفت هدايا ولا عرفت ظلامي ولا عرفت ضحايا ولا لغيرك دوايا يا رب يوم الندايا يا رجائي إليك أنت صباحي مصفد بمسايا فاسكب ضياءك إني ظمآن ضل صدايا إليك أنت صباحي مصفد بمسايا فاسكب ضياءك إني ظمآن ضل صدايا لم أدر من أين بعد أسقي جميل الركايا والشط لا ما فيه يجني اللظى في حشايا رحمك يا رب إني وزورقي والخطايا في لجة ليس فيه. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് തിരക്ക് പിടിച്ച സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.